നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ഈ വീഡിയോയിൽ നമ്മൾ കാണുന്നത് 6 കമ്പനികളിലെ തൊഴിലവസരങ്ങളാണ്. അതിൽ 3 കമ്പനികൾ ടോപ്പ് മൾട്ടിനാഷണൽ കമ്പനികളാണ്. TCS, അതേപോലെ തന്നെ കോഗ്നിസന്റ്, ക്യാപ്ജെമിനി. 3 മൾട്ടിനാഷണൽ കമ്പനികളിലെ ഫ്രഷർ അവസരങ്ങൾ. ഫ്രഷർ എന്ന് പറയുമ്പോൾ 2024-ലും 2025-ലും ഒക്കെ പാസ് ഔട്ട് ആയിട്ടുള്ളവരും 26-ൽ പാസ് ഔട്ട് ആകാൻ പോകുന്നവർക്കും ഒക്കെയുള്ള അവസരങ്ങൾ. അത് BTech, ME, MTech, MCA, MBA, അല്ലെ BCAക്കാർ, BCom, BA, BSc, BBA ഇങ്ങനെയൊക്കെ ഉള്ളവർക്കുള്ള അവസരങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നുണ്ട്. അതുകൂടാതെ 3 കമ്പനികൾ നമ്മുടെ കേരളത്തിലൊക്കെയുള്ള, ഒന്ന് ലുലു ആണ്. ലുലു 2 ലൊക്കേഷനുകളിലേക്ക് വോക്ക് ഇൻ ഇന്റർവ്യൂ അനൗൺസ് ചെയ്തിട്ടുണ്ട്. മലയാള മനോരമയുടെ ഗ്രൂപ്പ് കമ്പനിയിലേക്കുള്ള വോക്ക് ഇൻ ഇന്റർവ്യൂ. അതല്ലെങ്കിൽ MRFലേക്ക് ഏതാണ്ട് 6 ലൊക്കേഷനുകളിലേക്കുള്ള റിക്രൂട്ട്മെന്റ്. കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്കും ഒക്കെ അവസരങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ റിയലി ജോലി നോക്കുന്നവരാണെങ്കിൽ ഈ വീഡിയോ ഒരല്പം ലെങ്തി ഒക്കെ ആയിരിക്കും, പക്ഷെ പൂർണ്ണമായിട്ട് കാണുക. എല്ലാം നല്ല അവസരങ്ങളാണ്, ഉപയോഗപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. കൂടുതൽ ജോബ് അവസരങ്ങൾക്കായിട്ട് നമ്മുടെ വാട്സാപ്പ് ചാനലിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയും ഒക്കെ കണ്ടെത്താം. ഇതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. തൊഴിലവസരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്കുള്ള ഒരു നല്ല അവസരം ഞാൻ ഒന്ന് സൂചിപ്പിച്ചുകൊള്ളട്ടെ. നിങ്ങൾ മറ്റു രാജ്യങ്ങളിൽ പഠിക്കുന്നതിനേക്കാളൊക്കെ കുറഞ്ഞ ചെലവിൽ US, അമേരിക്കയിൽ പഠിക്കുവാനായിട്ട് അവസരം. ഈ അവസരം വിശദമാക്കുന്ന ഒരു വെബിനാർ ആക്ച്വലി ഫെബ്രുവരി 15-ാം തീയതി ഷെഡ്യൂൾ ചെയ്തിരുന്നു. ഞാൻ മുമ്പും അതിനെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു. എന്നാൽ ഈ വെബിനാർ ഇപ്പോൾ പോസ്റ്റ്പോൺ ചെയ്തിട്ട് ഫെബ്രുവരി 21-ാം തീയതി ശനിയാഴ്ചയാണ് നടക്കുന്നത്. ഈ വെബിനാറിൽ ഞാനും ഈ US-ലെ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള റെപ്രസെൻറ്റേറ്റീവ്സും ഒക്കെ പങ്കെടുക്കുന്നുണ്ട്. ഓർക്കുക, ഞാൻ നേരിട്ട് US-ൽ വിസിറ്റ് ചെയ്തിട്ടുള്ള 100 വർഷം പാരമ്പര്യമുള്ള ഒരു യൂണിവേഴ്സിറ്റിയിലെ പഠന അവസരങ്ങളാണ്. കുറഞ്ഞ ചിലവിൽ ഡിഗ്രിയും PGയും ഒക്കെ പഠിക്കുന്നതിന്. അത് നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് കോഴ്സുകളൊക്കെയാണ് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇന്റേൺഷിപ്പ് ഒരുപക്ഷെ നാസയിലൊക്കെ ചെയ്യുവാൻ അവസരം. ഇനി നേഴ്സിംഗ്, അത് +2-ന് സയൻസ് പഠിക്കാത്തവർക്കും നേഴ്സിംഗ് പഠിച്ച് അതിലൂടെ തന്നെ NCLEX-RN ഈ കോഴ്സിന്റെ ഭാഗമായി പഠിച്ചുകൊണ്ട് തന്നെ US-ൽ രജിസ്റ്റേർഡ് നേഴ്സ് ആയിട്ടൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നതിന് വരെ അവസരങ്ങളുള്ള, പാർട്ട് ടൈം ജോലി അവസരങ്ങളുള്ള, അതും വിസ ലഭിച്ചതിന് ശേഷം മാത്രം ഫീസ് അടച്ചാൽ മതിയാകുന്ന ഒരു നല്ല പഠന അവസരം വിശദമാക്കുന്ന വെബിനാറാണ്. താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോ നൽകിയിരിക്കുന്ന നമ്പറിൽ, അതല്ലെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ എൻക്വയറി ലിങ്ക് ഉണ്ട്, അതിൽ രജിസ്റ്റർ ചെയ്ത് ഈ വെബിനാറിൽ പങ്കെടുക്കുവാനായിട്ട് കഴിയും. ഇനി നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റികളിലേക്ക് വരാം. ആദ്യത്തെ അവസരം മലയാള മനോരമയിലാണ്. മലയാള മനോരമ കോട്ടയത്തേക്ക് ഹയറിംഗ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. കസ്റ്റമർ കെയർ അസിസ്റ്റന്റ് തസ്തികയിലാണ് ഹയറിംഗ് നടക്കുന്നത്. ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്കും അപ്ലൈ ചെയ്യാം. എക്സ്പീരിയൻസുകാരാണെങ്കിൽ ഒരു 20 മുതൽ 35 വയസ്സ് വരെ ഉള്ളവർക്കായിരിക്കും അപേക്ഷിക്കാനായിട്ട് കഴിയുക. പ്രത്യേകിച്ച് സെയിൽസ് അല്ലെ കസ്റ്റമർ കെയർ ഈ മേഖലയിലൊക്കെ ജോലി ചെയ്തവർ. ഇതൊന്നും അല്ലെങ്കിൽ വെറുതെ ഉള്ള ഡിഗ്രിയോ ഒക്കെ കഴിഞ്ഞ ഫ്രഷേഴ്സിനും ഇതിൽ പങ്കെടുക്കുവാനായിട്ട് കഴിയും. അട്രാക്റ്റീവ് സാലറി, PF, ESI, ഇൻസെന്റീവ്സും ഒക്കെ ലഭ്യമാകുമെന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ മലയാള മനോരമയിലെ ഈ അവസരം ഉപയോഗപ്പെടുത്താൻ താല്പര്യപ്പെടുന്നവർ, ഇത് മാത്രമല്ല ഇനി പറയാൻ പോകുന്ന എല്ലാ അവസരത്തിനും അപ്ലൈ ചെയ്യാനായിട്ടുള്ള ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അവിടെ പോയി കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം അപ്ലൈ ചെയ്യുവാൻ. ഇതൊന്നും അല്ലെങ്കിൽ jobsbridge.com എന്ന സൈറ്റിൽ പോയിട്ട് അതാത് കമ്പനികളുടെ പേര് നൽകി സെർച്ച് ചെയ്തും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയും. ഇനി അടുത്ത അവസരം ലുലുവിലാണ്. ലുലുവിന്റെ 2 ലൊക്കേഷനിലേക്ക്, ഒന്ന് കോട്ടയത്തുള്ള ലുലു മാളിലേക്കും മറ്റൊന്ന് കോഴിക്കോട് ലുലു മാളിലേക്കും 2 വോക്ക് ഇൻ ഇന്റർവ്യൂകൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. 2 വോക്ക് ഇൻ ഇന്റർവ്യൂ നടക്കുന്നത് 21-ാം തീയതി ഫെബ്രുവരിയിലാണ്. കോട്ടയം ലുലു മാളിലേക്ക് 2 വോക്ക് ഇൻ ഇന്റർവ്യൂവിനും 10 മണിക്ക് 3 മണിക്ക് ഇടയ്ക്കായിട്ട് വോക്ക് ഇൻ ചെയ്ത അവസരങ്ങളിലേക്ക് എത്താം. കോട്ടയം ലുലു മാളിലെ അവസരങ്ങൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഷെഫുമായി ബന്ധപ്പെട്ട ജോലികൾ, കോമിസ്, DCDP അങ്ങനെയുള്ള ജോലികളുണ്ട്. ഇതുകൂടാതെ ബുച്ചേഴ്സ് ഉണ്ട്. ഇതുകൂടാതെ സെക്യൂരിറ്റി സൂപ്പർവൈസർ അങ്ങനെയുള്ള ജോലികൾ, സെയിൽസുമായി ബന്ധപ്പെട്ട ജോലികൾ, അതേപോലെ മേക്കപ്പ് ആർട്ടിസ്റ്റ് പോലെയുള്ള ജോലികൾ, ഫിഷ് മോങ്കർ, ഇറച്ചി വെട്ടുകാരെ, മീൻ വെട്ടുകാരെ അങ്ങനെയൊക്കെയുള്ള ജോലികൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് പോലെയുള്ള ജോലികൾ, ഹോസ്റ്റൽ വാർഡന്, കിച്ചൺ എക്യുപ്മെന്റ് ടെക്നീഷ്യന്, HVAC ടെക്നീഷ്യന്, ഇങ്ങനെയൊക്കെയുള്ള ജോലികളിലേക്കാണ് കോട്ടയത്ത് അവസരങ്ങളുള്ളത്. ഇനി കോഴിക്കോട്ടേക്ക് വന്നാൽ ഇങ്ങനെയുള്ള ജോലികളിലെല്ലാം അവസരമുണ്ട്. ഇതൊന്നും കൂടാതെ കാഷ്യർ പോലെയുള്ള ജോലികൾ, ബാക്കി അവസരങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. റൈഡ് ഓപ്പറേറ്റർ പോലെയുള്ള അവസരങ്ങൾ, ഇങ്ങനെ വിവിധ അവസരങ്ങളിലേക്ക് 2ഇടത്തും വോക്ക് ഇൻ ഇന്റർവ്യൂ നടക്കുന്നു. 2ന്റെ ഡേറ്റ് 21-ാം തീയതിയാണ്. കോട്ടയത്ത് ലുലു മാളിലും കോഴിക്കോട്ടേക്ക് വടകരയിലെ പുതിയ
പുതിയ ആ സ്ഥലം എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഇതാ ഇവിടെ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ അതൊന്ന് മനസ്സിലാക്കുക. ഈ 2 ലൊക്കേഷനുകളിലാണ് വോക്ക് ഇൻ ഇന്റർവ്യൂ നടക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ നൽകുന്നു. ഇനി മൂന്നാമത്തെ അവസരം MRF-ലാണ്. MRF നാം അറിയുന്നത് പോലെ മലയാള മനോരമ ഗ്രൂപ്പിൽ നിന്നുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു ടയർ കമ്പനിയാണ്. ഇവർക്ക് ഏതാണ്ട് 6ഓളം ലൊക്കേഷൻ കേരളത്തിലെ കോട്ടയം ഉൾപ്പെടെ ലൊക്കേഷനുകളിൽ പ്രവർത്തനങ്ങളുണ്ട്, വലിയ പ്രവർത്തനങ്ങളുണ്ട്. ഈ 6 ലൊക്കേഷനുകളിലേക്ക് ഇവരെ ഹയറിംഗ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എഴുതിയിട്ടുണ്ട് ഇന്ത്യസ് നമ്പർ 1 ടയർ മാനുഫാക്ചറിംഗ് കമ്പനി ആൻഡ് വേൾഡ്സ് 13th ലാർജസ്റ്റ് ടയർ കമ്പനി. ഇതാണ് ഹയർ ചെയ്യുന്നത്. എങ്ങോട്ടേക്കൊക്കെയാണ് ഹയർ ചെയ്യുന്നത്? കോട്ടയം ഇൻ കേരള, ഗുജറാത്തിലേക്കുണ്ട്, തെലുങ്കാനയിലേക്കുണ്ട്, തമിഴ്നാടിൽ ആരക്കോണമുണ്ട്, ട്രിച്ചിയുണ്ട്, അതേപോലെ പുതുച്ചേരി, ഇങ്ങനെയൊക്കെയുള്ള ലൊക്കേഷനുകളിലേക്കാണ് ഹയർ ചെയ്യുന്നത്. എഞ്ചിനീയേഴ്സ്, സൂപ്പർവൈസേഴ്സ്, അസിസ്റ്റൻസ്, ഇങ്ങനെ വിവിധ തസ്തികകളിൽ അവസരങ്ങളുണ്ട്. എഞ്ചിനീയേഴ്സ് ആയിട്ട് മെയിൻ്റനൻസിലേക്കും പ്രൊഡക്ഷനിലേക്കും ഹയർ ചെയ്യുന്നുണ്ട്. ബിടെക്കുകാർ, പ്രത്യേകിച്ച് മെക്കാനിക്കല്, ഇലക്ട്രിക്കല്, പ്രൊഡക്ഷൻകാരെയൊക്കെയാണ് ഹയർ ചെയ്യുന്നത്. സൂപ്പർവൈസേഴ്സ് ഒക്കെ ആയിട്ട് അത് മെയിൻ്റനൻസ് ഉണ്ട്, പ്രൊഡക്ഷൻ ഉണ്ട്, ക്വാളിറ്റി അഷുറൻസ് ഉണ്ട്, ടെക്നിക്കൽ ഉണ്ട്, ഈ മേഖലയിലൊക്കെ ഹയറിംഗ് ഉണ്ട്. സൂപ്പർവൈസേഴ്സ് ആയിട്ട് BSc-കാരെ, പ്രത്യേകിച്ച് ഫിസിക്സ്, കെമിസ്ട്രി, പോളിമർ കെമിസ്ട്രിക്കാരെയൊക്കെ ഹയർ ചെയ്യുന്നുണ്ട്. ഡിപ്ലോമക്കാരെ, മെക്കാനിക്കല്, ഇലക്ട്രിക്കല്, ഇലക്ട്രോണിക്സ്, മെക്കട്രോണിക്സ് ഡിപ്ലോമക്കാരെ ഹയർ ചെയ്യുന്നുണ്ട്. അസിസ്റ്റൻസ് ആയിട്ട് അത് ഷിപ്പിംഗ്, സ്റ്റോഴ്സ് ഏരിയകളിലേക്കൊക്കെ BCom, BBA, BA-കാരെയും ഹയർ ചെയ്യുന്നുണ്ട്. ഓർക്കുക, ഇത് ഫ്രഷേഴ്സിനുള്ള അവസരമല്ല. ഇനി പറയുന്നതും കഴിഞ്ഞ അവസരങ്ങളും ഒക്കെ മിക്കവാറും ഒക്കെ ഫ്രഷേഴ്സിനുള്ളതാണെങ്കിൽ ഇത് ഫ്രഷേഴ്സിനുള്ള അവസരമല്ല. 2 to 5 years ആണ് MRF-ലേക്ക് അവർ എക്സ്പീരിയൻസ് ചോദിക്കുന്നത്. അപ്പോൾ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ 60% ഒക്കെ മാർക്കുള്ള 2 to 5 years എക്സ്പീരിയൻസ് ഉള്ള മെയിൽ ഫീമെയിൽ കാൻഡിഡേറ്റ്സിനൊക്കെ അപ്ലൈ ചെയ്യാം. പ്രായം 30 വയസ്സിൽ താഴെ ആയിരിക്കണം. റൊട്ടേഷണൽ ഷിഫ്റ്റിൽ വർക്ക് ചെയ്യാനായിട്ട് റെഡിയാകണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഇവരിവിടെ സൂചിപ്പിക്കുന്നുണ്ട് നല്ല ശമ്പളം, അതുകൂടാതെ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി, ക്യാൻറ്റീന്, മെഡിക്കൽ, ആക്സിഡന്റ് ഇൻഷുറൻസ് ഒക്കെ ലഭ്യമാകും. MRF-ൽ പൊതുവെ നല്ല പാക്കേജ് ഒക്കെ ഉള്ള ഒരു കമ്പനിയാണ്. ഇതിലേക്കുള്ള വോക്ക് ഇൻ ഇന്റർവ്യൂ നടക്കുന്നത് 21-ാം തീയതി ഫെബ്രുവരിയിൽ 9 AM മുതൽ രാജഗിരി, എറണാകുളത്ത് വെച്ച് നടക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ഈ വോക്ക് ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാം. ഓർക്കുക, 19-ാം തീയതിക്ക് മുമ്പായിട്ട് നിങ്ങൾ ഇതിന് അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്തതിന് ശേഷം വേണം വോക്ക് ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ. കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ നൽകുന്നു. ഇനി നമുക്ക് 3 മൾട്ടിനാഷണൽ കമ്പനികളിലെ അവസരങ്ങൾ സൂചിപ്പിക്കാം. കോഗ്നിസന്റിലെയും TCS-ലെയും സുന്ദരൻ അവസരങ്ങളാണ്. അതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യം ഞാൻ ക്യാപ്ജെമിനി എന്ന് പറഞ്ഞ മൾട്ടിനാഷണൽ കമ്പനിയിലെ അവസരം ഒന്ന് സൂചിപ്പിക്കാം. ഇവര് 2025-ൽ പാസ് ഔട്ട് ആയിട്ടുള്ള MBA, BBA, BCA, അതുപോലെ BCS, BTech, MCA, MSc-കാരെയൊക്കെ ഹയർ ചെയ്യുന്നുണ്ട്. അവർക്ക് ഇവരോട് സൂചിപ്പിക്കുന്നുണ്ട് ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ടു ജോയിൻ ക്യാപ്ജെമിനി ആസ് ആൻ ഇന്റേൺ ആയിട്ടാണ്. അവരുടെ സോഴ്സിംഗ് ടീമിലേക്കാണ്, അതായത് റിക്രൂട്ട്മെന്റ് ഒക്കെ ടീമിലേക്കാണ്. ഒരു 6 months ഇന്റേൺഷിപ്പ് ആയിട്ടാണ് ആദ്യം ഹയർ ചെയ്യുന്നത് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. മുംബൈ ഓഫീസിലേക്കായിരിക്കും ഈ ഒരു ഹയറിങ്. അപ്പം HR സോഴ്സിംഗ് ഒക്കെ ആയി ബന്ധപ്പെട്ട് ജോലി ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക. ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട 2 അവസരങ്ങളിലേക്ക് വരാം. TCS-ലെയും കോഗ്നിസന്റിലെയും അവസരങ്ങൾ. ഇതാ നോക്കുക, TCS-ന്റെ ഹയറിങ്. TCS ഓൾ ഇന്ത്യ NQT ഹയറിങ്. NQT എന്ന് പറഞ്ഞാൽ നാഷണൽ ക്വാളിഫൈഡ് ടെസ്റ്റ് നടക്കുകയാണ്. 2024-ലും 2025-ലും പാസ് ഔട്ട് ആയിട്ടുള്ളവരെയും 2026-ൽ പാസ് ഔട്ട് ആകാൻ പോകുന്നവരെയും ഒക്കെ TCS ഹയർ ചെയ്യുന്നുണ്ട്. വളരെ മികച്ച ശമ്പളമാണ് ഇവർ ഓഫർ ചെയ്യുന്നത്. 2 ലെവലിലാണ് ഹയറിങ് നടക്കുന്നത്. ഒന്ന് TCS പ്രൈം ആണ്, ഒന്ന് TCS ഡിജിറ്റൽ ആണ്. പ്രൈമിൽ ഏതാണ്ട് 9.09 lakh per annum വരെ, അല്ലെങ്കിൽ 9.30 lakhs per annum വരെ ശമ്പളമുള്ള അവസരങ്ങളാണ്. അത് ഡിഗ്രിക്കാർക്ക്. PG-കാർക്കാണെങ്കിൽ 11.80 lakh per annum വരെ, ഏകദേശം 1 ലക്ഷം രൂപ വരെ ശമ്പളമുള്ള അവസരങ്ങളാണ്. അത് 0 to 1 year എക്സ്പീരിയൻസ് ഉള്ളവരാണ്. 1 to 2 years എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ 12.26 lakhs വരെ അവസരമാണ്. ഡിജിറ്റലിലാണെങ്കിൽ അല്പം കൂടെ കുറവാണ്, എന്നാലും ഒരു 7 ലക്ഷം രൂപ, 8 ലക്ഷം രൂപ വരെ ശമ്പളമുള്ള അവസരങ്ങളാണ്. അപ്പം ഫ്രഷേഴ്സിനെ, എക്സ്പീരിയൻസിലൊക്കെ TCS ഹയറിംഗ് അനൗൺസ് ചെയ്തിരിക്കുകയാണ്. 2 ലെവലിലാണ്, പ്രൈം ആൻഡ് ഡിജിറ്റൽ. ഇതിന്റെ രജിസ്ട്രേഷൻ 18-ാം തീയതി ഫെബ്രുവരി മുതൽ ആരംഭിച്ചിട്ടുണ്ട്. ഇതിന് നിങ്ങൾക്ക് 20-ാം തീയതി മാർച്ച് വരെ അപ്ലൈ ചെയ്യാം. 10-ാം തീയതി മാർച്ച് ഓൺവേർഡ്സ് ആയിരിക്കും ഇതിന്റെ ടെസ്റ്റ് നടക്കുക. അപ്പം ബാക്കി ഡീറ്റെയിൽസിലേക്ക് ഞാൻ കിടക്കുന്നില്ല. ആദ്യം ഞാൻ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എലിജിബിലിറ്റി ഒന്ന് സൂചിപ്പിക്കാം. ആരായിരിക്കും ഇതിന് എലിജിബിൾ ആവുക? ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് ബാച്ചിലേഴ്സ് ഓഫ് ടെക്നോളജി, അതായത് BTech, ബാച്ചിലേഴ്സ് ഓഫ് ടെക്നോളജി, ബാച്ചിലേഴ്സ് ഓഫ് എഞ്ചിനീയറിംഗ്, അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഓഫ് ടെക്നോളജി, മാസ്റ്റേഴ്സ് ഓഫ് എഞ്ചിനീയറിംഗ്.
ഇപ്പൊ BTech, ME MTech, MCAക്കാര്, അതേപോലെ MSCക്കാര്, MS-കാർക്ക് ഒക്കെ അപ്ലൈ ചെയ്യാം. ബാച്ച് 2024 അല്ലെങ്കിൽ 25 അല്ലെങ്കിൽ 26 പാസ് ഔട്ട് ആകാൻ പോകുന്നവർ. അപ്പോൾ BTech, ME MTech, MCA, MSc, MS-കാര് 2024, 25, 26 വർഷങ്ങളിൽ പാസ് ഔട്ട് ആകാൻ പോകുന്നവർക്ക് അപ്ലൈ ചെയ്യാം. മിനിമം 60% മാർക്ക് 10ലും 12ലും ഒക്കെ നേടിയിരിക്കണം. ഡിപ്ലോമ ഒക്കെ ആണെങ്കിൽ, ഡിഗ്രി ആണെങ്കിൽ അതിലൊക്കെ മിനിമം 60% മാർക്ക് നേടിയിരിക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ നോ പെൻഡിങ് ബാക്ക്ലോഗ്സ് കാണല് എന്ന് ഇവരെ സൂചിപ്പിക്കുന്നുണ്ട് ഈ സെലക്ഷൻ പ്രോസസ്സിലേക്ക് എത്തുന്ന സമയം കൊണ്ട്. സ്റ്റിപ്പുലേറ്റഡ് ടൈമിൽ കോഴ്സ് തീർക്കണം. അതായത് ഇപ്പം നമുക്കറിയാം ഡിഗ്രി ഒക്കെ ആണെങ്കിൽ 3 ഇയർ ആണ്, PG ഒക്കെ ആണെങ്കിൽ 2 ഇയർ ആണ്. സമയം കൊണ്ട് തന്നെ ആ കോഴ്സ് തീർന്നിരിക്കണം. പിന്നെ ഫുൾ ടൈം കോഴ്സ് ആയിരിക്കണം നിങ്ങൾ പഠിക്കുന്നത് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. 10ലും 12ലും ഒക്കെ ഓപ്പൺ കോഴ്സ് സ്കൂളിങ് കഴിഞ്ഞവർക്കും അപ്ലൈ ചെയ്യാം എന്നും സൂചിപ്പിക്കുന്നുണ്ട്. മാക്സിമം 2 ഇയർ എക്സ്പീരിയൻസ് ആയിരിക്കും. അതിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളവർ അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. പ്രായം 18 വയസ്സിനും 28 വയസ്സിനും ഇടയിലായിരിക്കണം. പിന്നെ ഹയറിംഗ് കാറ്റഗറീസ് ഒക്കെ ഇവിടെ നൽകുന്നുണ്ട്. ഞാൻ ഓൾറെഡി സൂചിപ്പിച്ചു. പ്രൈം ഹയറിംഗ് ഉണ്ട്, ഡിജിറ്റൽ ഹയറിംഗ് ഉണ്ട്, നിഞ്ഞ കാൻഡിഡേറ്റ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെയുണ്ട്. ടെസ്റ്റ് പാറ്റേൺ അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ നൽകുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് പരിശോധിക്കാം. ഏതാണ്ട് 190 മിനിറ്റിന്റെ, അതായത് ഏകദേശം ഒരു 3 മണിക്കൂറിന്റെ ഒക്കെ ടെസ്റ്റ് ഉണ്ടായിരിക്കും. അതിന്റെ ഏതൊക്കെ മേഖലയിൽ നിന്നുള്ള ചോദ്യങ്ങളൊക്കെ വരും എന്നുള്ള കാര്യം ഇവിടെയുണ്ട്. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ FAQയിൽ വന്ന് നിങ്ങൾക്കത് മനസ്സിലാക്കാം. എങ്ങനെയായിരിക്കും അപ്ലൈ ചെയ്യുക, അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രോസസ്സ് ഇവരുടെ സൈറ്റിൽ തന്നെ നൽകിയിട്ടുണ്ട്. TCSന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് പോർട്ടലിൽ പോകണം. അവിടെ പോയിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്യണം. ആദ്യമായിട്ടാണ് അവിടെ എത്തുന്നുണ്ടെങ്കിൽ ആദ്യം ഒന്ന് രജിസ്റ്റർ ചെയ്യണം. അത് കഴിഞ്ഞ് ലോഗിൻ ചെയ്യണം. എന്നിട്ട് അപ്ലൈ ഫോർ ഡ്രൈവ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വേണം അപ്ലൈ ചെയ്യുവാൻ. അവിടെ ചെയ്യുമ്പോൾ പല കാറ്റഗറി ചോദിക്കും. BPS ആണോ IT ആണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ IT എന്ന കാറ്റഗറി ഓപ്റ്റ് ചെയ്തിട്ട് വേണം അപ്ലൈ ചെയ്യുവാനായിട്ട്. അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അപ്ലൈ ഫോർ ഡ്രൈവ് എന്നുള്ള ഓപ്ഷനിലൊക്കെ വെച്ച് അപ്ലൈ ചെയ്യണം. അപ്പം ചെയ്യുമ്പോൾ അവിടെ നിങ്ങൾ ഇൻ സെന്റർ ആണോ റിമോട്ട് ആണോ എന്നുള്ള മോഡ് ചോദിക്കും. ഇൻ സെന്റർ എടുക്കുക. അതായത് TCSന്റെ സെന്ററുകൾ കാരണം എല്ലാ ജില്ലയിലും അവർക്ക് സെന്ററുകളുണ്ട്. അവിടെ പോയിട്ട് ടെസ്റ്റ് എഴുതാം എന്നുള്ളതാണ്. അപ്പം അത് ഓപ്റ്റ് ചെയ്യുക, ഇൻ സെന്റർ എന്നുള്ളത്. ഓർക്കുക, പലപ്പോഴും നിങ്ങളുടെ അടുത്തുള്ള സെന്ററുകളൊക്കെ പെട്ടെന്ന് ഫില്ലാവും. അതുകൊണ്ട് തന്നെ ഇത് കാണുന്ന മുറയ്ക്ക് ലാസ്റ്റ് ഡേറ്റ് വരെ വെയിറ്റ് ചെയ്യാതെ കാണുന്ന മുറയ്ക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് അപേക്ഷിക്കുക. ഇൻ സെന്റർ ഓപ്ഷൻ എടുക്കുക. പ്രിഫേർഡ് ജോബ് സിറ്റീസ് ഒക്കെ നിങ്ങൾക്ക് എടുക്കാം. അതൊക്കെ കഴിഞ്ഞ് ആപ്ലിക്കേഷൻ സക്സസ് ആണോ എന്നറിയുന്ന ട്രാക്ക് യുവർ ആപ്ലിക്കേഷനിൽ പോയിട്ട് അപ്ലൈഡ് ഫോർ ഡ്രൈവ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സക്സസ്ഫുൾ ആവും. കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ നൽകുന്നു. അപ്പം ഞാൻ ആദ്യം സൂചിപ്പിച്ചത് TCSന്റെ പ്രൈം ഡിജിറ്റൽ ഹയറിങ്, BTech, ME MTech, MCA, MSc, MS-കാരെയൊക്കെ ഹയർ ചെയ്യുന്നതാണ്. 20-ാം തീയതി മാർച്ച് വരെ നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയും. ഇനി കോഗ്നിസന്റിലെ 2 റിക്രൂട്ട്മെന്റ് ഉണ്ട്. ആദ്യം ഞാൻ പാസ് ഔട്ട് ആയിട്ടുള്ളവരുടെ റിക്രൂട്ട്മെന്റ് ഒന്ന് സൂചിപ്പിക്കാം. പാസ് ഔട്ട് എന്ന് പറഞ്ഞാൽ 2024, 25 ഒക്കെ കഴിഞ്ഞവർക്കുള്ള ഹയറിങ്. 26-കാർക്ക് ഹയറിംഗ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് സൂചിപ്പിക്കാം. ഇതിന് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. മാർച്ച് 1-ാം തീയതി വരെ ആയിരിക്കും അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയും. അപ്പം കോഗ്നിസന്റ് ഫ്രഷർ ഹയറിംഗ് അനലിസ്റ്റ് ട്രെയിനി എന്ന അവസ്ഥയിലേക്കായിരിക്കും ഹയർ ചെയ്യുക. അപ്പോൾ ഇവിടെ ജോബ് ഡിസ്ക്രിപ്ഷൻ ഒക്കെ സൂചിപ്പിക്കുന്നുണ്ട്. അനലിസ്റ്റ് ട്രെയിനി എന്നതിൽ തന്നെ പല ഹയറിംഗ് ഉണ്ട്. ഒന്ന് IT ആൻഡ് ഇന്റഗ്രേറ്റഡ് സ്മാർട്ട് ഓപ്പറേഷൻ. ഇതിലേക്ക് ആരെയായിരിക്കും ഹയർ ചെയ്യുക? 3 ഇയർ ഡിഗ്രി, അത് BCA ആകാം, BSc കമ്പ്യൂട്ടർ സയൻസ് ആകാം, BSc IT ആകാം, അല്ലെങ്കിൽ മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, സ്റ്റാറ്റിസ്റ്റിക്സ്, ഇലക്ട്രോണിക്സുകാർക്കൊക്കെ അപ്ലൈ ചെയ്യാം. 60% മാർക്ക് കാണണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ബാക്കി ഒക്കെ നൈറ്റ് ഷിഫ്റ്റിൽ ഉൾപ്പെടെ വർക്ക് ചെയ്യാനായിട്ട് കഴിയണം എന്നൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. ഇനി അനലിസ്റ്റ് ട്രെയിനി 2-ാമത്തെ പൊസിഷൻ മൾട്ടി ക്ലൗഡ്, അലൈൻ ടു മൾട്ടി ക്ലൗഡ്. ഇവിടെ ആരെയായിരിക്കും ഹയർ ചെയ്യുക? ഇതാ ഇവിടെ കാണാൻ സാധിക്കും. BCA, BSc, BA, BBA, BCom, BVOC, BMS-കാർക്കൊക്കെ അപ്ലൈ ചെയ്യാം. 2024, 25 വർഷങ്ങളിൽ പാസ് ഔട്ട് ആയിട്ടുള്ളവരായിരിക്കണം. 50% മാർക്ക് ഇവിടെ മതിയാകും. അരിയർ കാണല്, ബാക്ക്ലോഗ്സ് കാണല് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഇനി 3-ാമത്തെ ഒരെണ്ണം കൂടെയുണ്ട്. ട്രെയിനി, അനലിസ്റ്റ് ട്രെയിനി തന്നെ അലൈൻ ടു ഡിജിറ്റൽ വർക്ക് പ്ലേസ് സർവീസസ്. 3-ാമത്തെ ഒരു പ്രൊഫൈലാണ്. അതിനും ആരെയായിരിക്കും? BCA ഉണ്ട്, BSc ഉണ്ട്, BA ഉണ്ട്, BBA ഉണ്ട്, BCom ഉണ്ട്, BVOC ഉണ്ട്, BMS-കാർക്കൊക്കെ അപ്ലൈ ചെയ്യാം. ഇത് 2024, 25 വർഷങ്ങളിൽ കഴിഞ്ഞവരായിരിക്കും. 50% മാർക്ക് നേടിയിരിക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ബാക്കി കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. നിങ്ങൾക്ക് അതൊക്കെ പരിശോധിക്കാം. ഇനി മറ്റൊരു ഹയറിംഗും കൂടെ
കൊഗ്നിസന്റിലേക്കുണ്ട്. അപ്പൊ ആദ്യം ഞാൻ സൂചിപ്പിച്ച കൊഗ്നിസന്റിലേക്ക് 24-ലും 25-ലും പാസ് ഔട്ട് ആയിട്ടുള്ളവരെ അനലിസ്റ്റ് ട്രെയിനി തസ്തികയിലേക്ക് ഹയർ ചെയ്യുന്ന അവസരമാണ്. അത് നമ്മൾ ഓൾറെഡി കണ്ടു. ഇനിയും 26-ൽ പാസ് ഔട്ട് ആകാൻ പോകുന്നവർക്കും കൊഗ്നിസന്റിൽ ചില അവസരങ്ങളുണ്ട്. അതും കൂടി ഒന്ന് മനസ്സിലാക്കാം. അനലിസ്റ്റ് ട്രെയിനിയാണ് 2026-ൽ പാസ് ഔട്ട് ആകാൻ പോകുന്നവരെ കൊഗ്നിസന്റ് ഹയർ ചെയ്യുന്നത്. ഇതിന് നിങ്ങൾക്ക് ഇവിടെ നൽകിയിട്ടുണ്ട് 28-ാം തീയതി ഫെബ്രുവരി ആയിരിക്കും അപേക്ഷിക്കാനായിട്ട് കഴിയുക. ഇവിടെയും 3 തസ്തികയുണ്ട്. അനലിസ്റ്റ് ട്രെയിനി, അലൈൻ ടു IT ആൻഡ് ഇന്റഗ്രേറ്റഡ് സ്മാർട്ട് ഓപ്പറേഷൻ. അപ്പൊ അതാരെയായിരിക്കും? മുമ്പേ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടേക്ക് ഹയർ ചെയ്യുന്നത് BCAക്കാരുണ്ട്. BSc തന്നെ കമ്പ്യൂട്ടർ സയൻസ്, IT, ഫിസിക്സ്, മാത്സ്, കെമിസ്ട്രി, സ്റ്റാറ്റിസ്റ്റിക്സ്, ഇലക്ട്രോണിക്സുകാരെയൊക്കെ ഹയർ ചെയ്യും. 60% മാർക്ക് വേണം. ഇവിടെയുള്ള വ്യത്യാസം 2024-25 വർഷത്തിന് വരെ 26 വർഷംകാരെയാണ് എന്നുള്ളതേ ഉള്ളൂ. ബാക്കിയൊക്കെ സെയിം ആണ്. ഇനി രണ്ടാമത്തെ പ്രൊഫൈലുണ്ട് അനലിസ്റ്റ് ട്രെയിനി മൾട്ടി ക്ലൗഡ്, അലൈൻ ടു മൾട്ടി ക്ലൗഡ്. ഇവിടെ ആരെയായിരിക്കും ഹയർ ചെയ്യുക? BCA, BSc, BA, BBA, BCom, BVoc, BMS. ഇത് 2026 ബാച്ച് ആയിരിക്കണം. 50% മിനിമം മാർക്ക് നേടിയിരിക്കണം. അരിയർ കാണല്. മൂന്നാമത്തെ പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ അനലിസ്റ്റ് ട്രെയിനി തന്നെ, ബട്ട് അലൈൻ ടു ഡിജിറ്റൽ വർക്ക് സ്പേസ് സർവീസസ് അല്ലെ. ഇവിടെ ആരെയായിരിക്കും? ഇവിടെ BCA, BSc, BA, BBA, BCom, BVoc, BMS കാരെയൊക്കെ ഹയർ ചെയ്യും. 50% മാർക്ക് വേണം. 2026 ബാച്ച് ആയിരിക്കും. ഇതാ നോക്കുക, TCSലേക്കുള്ള ഹയറിങ് BTech, ME, MTech, MCA, MSc, MS-കാരാണ്. പ്രത്യേകിച്ച് 2024, 25, 26 വർഷങ്ങളിൽ കഴിഞ്ഞവരാണെങ്കിൽ കൊഗ്നിസന്റിലേക്ക് വരുമ്പോൾ BTech ഇല്ല, BSc, BCA, BCom, BBA ഇങ്ങനെയൊക്കെയുള്ള കോഴ്സുകാരാണ്. അത് 2024-ലും 25-ലും കഴിഞ്ഞവർക്ക്, 26-ൽ കഴിഞ്ഞവർക്കും ഒക്കെ അപ്ലൈ ചെയ്യാം. അപ്പം ആ കാര്യങ്ങളൊക്കെയാണ് ഞാൻ സൂചിപ്പിച്ചത്. അപ്പം നിങ്ങൾക്ക് 6 കമ്പനികളിലെ അവസരങ്ങൾ, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസ് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതല്ലെങ്കിൽ jobsbridge.com എന്ന സൈറ്റിൽ പോയി കഴിഞ്ഞിട്ട് അതാത് കമ്പനികളെ സെർച്ച് ചെയ്ത് ഡീറ്റെയിൽസ് മനസ്സിലാക്കി അവിടെ സൂചിച്ചിരിക്കുന്ന പോലെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയും. ഓർക്കുക, ഈ റിക്രൂട്ട്മെന്റുകളൊക്കെ സൗജന്യമാണ്. ഇതിനൊന്നും പണമൊന്നും നൽകേണ്ടതില്ല എന്നുള്ള കാര്യം. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യുക. TCS പോലുള്ള വേക്കൻസികൾ വെയിറ്റ് ചെയ്യാതെ, ലാസ്റ്റ് ഡേറ്റിനായിട്ട് വെയിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് സെൻട്രലിലുള്ള സ്ലോട്ട് നഷ്ടപ്പെടും. അതുകൊണ്ട് അറിയുന്ന മുറയ്ക്ക് തന്നെ അപ്ലൈ ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർ എലിജിബിൾ ആണെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് നൽകാൻ മറക്കല്ല്. ഈ വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിൽ നമ്മൾ കൂടുതലായിട്ട് പറയുന്നത് ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്, കരിയർ അറിവുകളുണ്ട്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. താല്പര്യമുണ്ടെങ്കിൽ അത് ഉപയോഗപ്പെടുത്തുക. ഏതായാലും ഈ വീഡിയോ നിങ്ങളെ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. നന്ദി, നമസ്കാരം.